രവി പഴയൊരു ലോഡിംഗ് തൊഴിലാളിയാണ്. മലപ്പുറത്താണ് വീട്. 21 വയസ്സിൽ ഇങ്ങോട്ട് ഒളിച്ചോടി വന്നതാണ്. ഭാര്യ സൽമ. അവൾക്കിന്ന് 18 വയസ്സേ ആയിട്ടുള്ളൂ. രവിയെ കാണാൻ കറുത്ത നിറമായിരുന്നു. പക്ഷേ സുന്ദരിയായ സൽമ അയാളുടെ പൗരുഷത്തിലാണ് ആദ്യമേ വീണുപോയത്. നല്ല ഉരുക്കുപോലുള്ള ശരീരം. അവൾ എല്ലാം ഇട്ടെറിഞ്ഞ് അയാളുടെ കൂടെ ഇവിടേക്കെത്തി. വളരെ കഷ്ടപ്പെട്ട് ഒരു കുറവുമില്ലാതെയാണ് രവി അവളെ നോക്കിയത്. അവർക്ക് 2 മക്കളും ഉണ്ടായി, ജാഫറും ജലീലും. അവരിപ്പോൾ ദുബായിൽ ബിസിനസ് നടത്തുകയാണ്. ഇന്ന് രവി നല്ല പണക്കാരനായി. വലിയ കൊട്ടാരം പോലുള്ള വീട്, ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് ആ വീട് നിൽക്കുന്നത്. വലിയ മതിലും വലിയ കാറുകളും ഉണ്ട്. മക്കളുടെ ഭാര്യമാരാണ് സമീറയും സഫിയയും. അവർ സഹോദരിമാരാണ്. അവരൊരു സാധാരണ വീട്ടിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ അവരും ദുബായിലാണ്. സമീറയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. 3 മാസമൊക്കെ കഴിഞ്ഞ് കാണും. സഫിയക്ക് കുഞ്ഞായിട്ടില്ല. അവരുടെ കല്യാണം കഴിഞ്ഞ് 6 മാസമേ ആയിട്ടുള്ളൂ. ജാഫറിന് 27 വയസ്സ്. കാണാൻ വെളുത്ത നിറം, കുറച്ച് തടിയുമുണ്ട്. അവൻ്റെ ഭാര്യ സമീറ. അവൾ നല്ല വെളുത്തിട്ടാണ്. അവൾക്ക് 23 വയസ്സുണ്ട്. ജലീലിന് 25 വയസ്സ്, വെളുത്ത നിറം, മെലിഞ്ഞ ശരീരം. ഭാര്യ സഫിയ. സമീറെ പോലെ സുന്ദരിയാണ് സഫിയ. അവൾക്ക് 20 വയസ്സ്. സൽമാക്ക് കഴിഞ്ഞ 2 വർഷമായി അസുഖങ്ങളായിരുന്നു. പെട്ടെന്ന് അവൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ മക്കൾക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല. രവി ഫോർച്യൂണർ കൊണ്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കാണ്. ദൂരെ നിന്ന് മക്കളും മരുമക്കളും വരുന്നത് അയാൾ കണ്ടു. മക്കൾ അയാളെ അച്ഛാന്നും സൽമയെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ജാഫറും ജലീലും വന്ന പാടെ രവിയെ വന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛ, അച്ഛൻ ഇപ്പോഴും അതുപോലെ തന്നെയാണല്ലോ, ഒന്നുകൂടി ഗ്ലാമർ ആയിട്ടുണ്ട്. ആടാ, നിങ്ങളെപ്പോലെ ആരെയും നോക്കാത്തൊന്നും ഞാൻ ഇരിക്കില്ല. അച്ഛനിപ്പോഴും ഗ്രൗണ്ടിൽ പോകാറുണ്ടോ? പിന്നെ എന്നും പോകും. വീട്ടിൽ നിങ്ങൾ വെറുതെ വാങ്ങിയിട്ട ആ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ആഹാ, കൊള്ളാലോ അച്ഛാ. അച്ഛാ, കീ എവിടെ? ഞങ്ങൾ വണ്ടി എടുത്തു വരാം. കീ വാങ്ങി അവർ പോയതും പിറകിൽ സമീറയും സഫിയും വന്ന് നിൽക്കുന്നു. രവി അവരെ കണ്ട് ഞെട്ടിപ്പോയി. സമീറയും സഫിയയും ചുരിദാറിലാണ്. സമീറ പ്രസവം കഴിഞ്ഞ് നല്ലതുപോലെ ഉരുണ്ടുപോയിട്ടുണ്ട്. സഫിയാണെങ്കിൽ അവളും തടിച്ചിട്ടുണ്ട്. 2 പേരും ഷോൾ ഇട്ടിട്ടുണ്ട്. എങ്കിലും എല്ലാം കാണാം. അച്ഛാ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല മോളെ. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം. എവിടെ എൻ്റെ പേരക്കുട്ടി? സെമീനയുടെ കയ്യിൽ നിന്നും അതിനെ വാങ്ങിയപ്പോൾ കൈയൊന്ന് അവളിൽ ഉടക്കി. വണ്ടി വന്നതും അവരുടെ പിറകെ രവി നടന്നു. രവി അവരുടെ കൂടെ പിറകിലെ സീറ്റിലിരുന്നു. വണ്ടി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവർ ഫ്രഷ് ആകാൻ പോയി. രാത്രിക്കുള്ളത് രവി ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് കയറി. രവിക്ക് പ്രായം ഇത്ര ആയെങ്കിലും അയാളുടെ ഒരു മുടി പോലും നരച്ചു തുടങ്ങിയിട്ടില്ല. കഷണ്ടി പോലുമില്ല. മീശ ഒതുക്കിയപ്പോഴും വെട്ടി നിർത്തും. മീശ മാത്രം നിർത്തും. താടിയൊന്നും വെക്കില്ല. കയ്യിലെ മസിലൊക്കെ സൂപ്പറാണ്. രവി ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് സഫിയ അടുക്കളയിലേക്ക് വന്നത്. ചുവന്ന മാക്സിയായിരുന്നു അവളുടെ വേഷം. അവളെ കണ്ടപ്പോൾ രവിയും രവിയുടെ ആളും ഒന്ന് എഴുന്നേറ്റു. അച്ഛാ, ഇങ്ങ് മാറ്, ഇനി ഞാൻ നോക്കാം. അയ്യോ വേണ്ട മോളെ, അച്ഛനിങ്ങ് തന്നേ. അവൾ അടുത്ത് നിന്നപ്പോൾ രവിക്ക് പലതും തോന്നാൻ തുടങ്ങി. അച്ഛാ, ഇനി ഇതൊക്കെ അച്ഛൻ ചെയ്യണ്ട. ഇനി ഞങ്ങൾ ഇവിടെ തന്നെ കാണും, തിരിച്ചു പോകുന്നില്ല. ആരൊക്കെ? രവി ചോദിച്ചു. ഞാനും സമീറ താത്തയും. ആണോ? ആ അതെ അച്ഛാ, അവർക്കെപ്പോഴും ബിസിനസ് തിരക്കാണ്. ഞങ്ങൾ അവിടെയും അധികം ഒറ്റയ്ക്കാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നതല്ല നല്ലത്. ഉപ്പ ഒറ്റയ്ക്കല്ലേ? ഏയ്, അത് കുഴപ്പമില്ല മോളെ, എന്നെ നിങ്ങൾ നോക്കണ്ട. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലോ ഉപ്പ. വല്ലാത്ത കഷ്ടമായിപ്പോയി. ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. രവി അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമത്തിലായി. കണ്ണിൽ വെള്ളം നിറഞ്ഞു. സഫിയ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അയ്യോ അച്ഛാ, എന്താ പറ്റിയേ?
സോറി, ഞാൻ ഉമ്മയെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണോ? സോറി അച്ഛാ. രവി ആകെ തളർന്നു പോയിരുന്നു. സൽമയുടെ ഓർമ്മകൾ അയാളിലേക്ക് വന്ന സമയമായിരുന്നു. സഫിയ അയാളുടെ അടുത്തേക്ക് ചെന്നു. അച്ഛാ പ്ലീസ്, സോറി. അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ആകെ ഞെട്ടിപ്പോയി. സൽമയുടെ ഓർമ്മയിൽ നിന്നും അയാളിപ്പോൾ വേറേതോ ലോകത്തേക്കായിരുന്നു പോയത്. അച്ഛാ സോറി, ഇനി വിഷമിക്കല്ലേ, ഞാനിനി പറയില്ല. മോളെ, എനിക്കവളില്ലാതെ വയ്യ മോളെ. രവി അതും പറഞ്ഞ് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. സഫിയ പെട്ടെന്ന് ഒന്ന് ഇളകിപ്പോയി. അവൾക്ക് അങ്ങനെ ചേർന്ന് നിന്നപ്പോൾ എന്തോ പോലെയായി. രവിയുടെ സങ്കടം മനസ്സിലാക്കി അവൾ രവിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയം അവളിൽ എന്തൊക്കെയോ മാറ്റം വരുന്നത് അവൾ സ്വയം തിരിച്ചറിഞ്ഞു. മോളെ, എനിക്കാരുമില്ലാത്ത പോലെയാണ്. ഞാനിവിടെ വീർപ്പൂട്ടി കഴിയുകയാണ്. രവി അവൾ അകലാതെ ഇരിക്കാനായി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അച്ഛ വിഷമിക്കല്ലേ, ഞങ്ങളുണ്ട്. അച്ഛന് ഒരു കുറവില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഉമ്മയില്ലാതെ അച്ഛനെ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാക്കില്ല. പ്രോമിസ് അച്ഛ. രവിയിൽ നിന്നും അകലാൻ അവൾക്കും തോന്നിയില്ല. മോളെ, ഇതുപോലെയൊന്ന് എൻ്റെ വിഷമം പറയാൻ ആരുമില്ലാതെ ഇരിക്കായിരുന്നു. അവൾ പോയപ്പോൾ എനിക്കാരുമില്ലാതെയായി. എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായില്ല. രവി പറയാൻ തുടങ്ങി. അച്ഛ, ഞങ്ങൾ വന്നില്ലേ, അവിടെ ഞങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു. അച്ഛനിനി ഒന്നും ആലോചിക്കരുത് പ്ലീസ് അച്ഛ. പെട്ടെന്നായിരുന്നു സെമീറയുടെ സൗണ്ട് കേട്ടത്. സഫിയ, നീ എവിടെയാ? അടുക്കളയിലാണോ? അവളും രവിയും വേഗം തന്നെ അകന്നു മാറി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അച്ഛ, ആ കണ്ണു തുടയ്ക്ക്, താത്ത കാണണ്ട. ഇല്ല മോളെ, ഞാൻ നിന്നോടല്ലാതെ ആരെയും അത് കാണിക്കില്ല. സോറി മോളെ, അച്ഛൻ വല്ലാതെ ഇമോഷണലായിപ്പോയി. ഏയ് സാരില്ല അച്ഛ, ഇനിയിപ്പോൾ വിഷമം വന്നാലും എൻ്റെ അടുത്തേക്ക് വരണം. ഞാനുണ്ട് അച്ഛൻ്റെ കൂടെ എപ്പോഴും. പെട്ടെന്ന് സമീറ അടുക്കളയിലേക്ക് വന്നു. ഫുഡ് ഉണ്ടാക്കിയോ? ആ റെഡിയായി താത്ത, അങ്ങോട്ട് കൊണ്ടുപോകാമല്ലേ? സെമീറ പ്ലേറ്റൊക്കെ എടുത്ത് നടന്നപ്പോൾ രവി അത് നോക്കി നിന്നു. എല്ലാവരും കഴിക്കാൻ വരാൻ തുടങ്ങി. കുഞ്ഞുറങ്ങിയോ മോളെ? രവി ചോദിച്ചു. ആ ഉറങ്ങി അച്ഛ. മോളെ നീ ഇരിക്ക്, ഞാൻ വിളമ്പാം. ഏയ് വേണ്ടച്ഛ, അച്ഛനിരിക്ക്. മോളിവിടെ ഇരിക്ക്. അതും പറഞ്ഞ് രവി അവളെ അവിടെ ഇരുത്തി. എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോൾ രവിയുടെയും സഫിയുടെയും സമീറുടെയും മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളായിരുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും വേഗം കിടന്നു. പക്ഷേ 3 പേരും ഉറങ്ങുന്നതുവരെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. രാവിലെ പതിവ് പോലെ രവി ഗ്രൗണ്ടിൽ പോയി. 6 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി. വർക്കൗട്ട് ചെയ്യാനായി കാർ പോർച്ചിന് മുകളിലുള്ള ജിം റൂമിൽ പോയി. വിയർത്ത് കുളിച്ച് കിടന്നപ്പോഴാണ് സഫിയ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നത്. അച്ഛ, ഇന്ന് നേരത്തെ പോയി വന്നോ? ആകെ വിയർത്ത് കുളിച്ചല്ലോ. ആ മോളെ, ഇത് കുറേ കാലമായിട്ടുള്ള ശീലാണ്. മോളെന്തിനാ ഇത്ര നേരത്തെ ഉണർന്നേ? അത് ഞാൻ ഉണർന്നു, അപ്പോഴാണ് ഇവിടെ ലൈറ്റ് കണ്ടത്. അതാ ഞാൻ വന്ന് നോക്കിയത്. അച്ഛ, എനിക്കും ഇത് ചെയ്ത് തടിയൊക്കെ കുറയ്ക്കണം. ഏയ് അതിന് മാത്രം ഒന്നുമില്ല മോൾക്ക്, ഇത്രയൊക്കെ വേണം. ഇതാണ് മോൾക്ക് ഭംഗി. ആണോ? ഇക്കൊക്കെ തടി കൂടുന്നുണ്ടെന്നാ പറയാറ്. ഏയ് ഇപ്പോഴാ മോൾക്ക് നല്ല ഭംഗിയായത്. അയാളത് പറഞ്ഞപ്പോൾ അതവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ട്രെഡ്മില്ലിൽ എനിക്ക് ഓടണമെന്നുണ്ട് അച്ഛാ. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഞാനൊന്ന് കയറി നോക്കട്ടെ. അതിന് നിനക്ക് ഷൂ ഇല്ലല്ലോ മോളെ. മെല്ലെ സ്പീഡ് കുറച്ച് തൽക്കാലം നടന്നാൽ മതി. ആ ഓക്കെ അച്ഛാ. എന്നാ വാ. രവി അവളെ അതിൽ കയറ്റി നിർത്തി മെഷീൻ ഓണാക്കി. അയ്യോ, എനിക്ക് പേടിയാവുന്നു അച്ഛാ, ഞാൻ വീഴുമോ? ഏയ് ഇല്ല മോളെ. അയ്യോ വേണ്ടച്ഛാ, മതി. എന്നാ അച്ഛൻ പിറകിൽ നിൽക്കാം. ആ എന്നാ നിൽക്കച്ഛ. അങ്ങനെ രവി പിറകിൽ നിന്നു. നിന്റെ പേടി പോയോ മോളെ? രവി ചോദിച്ചു. ആ അച്ഛൻ പിറകിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. രവി താഴത്തേക്കിറങ്ങി. സ്പീഡ് കൂട്ടിയാൽ മതി മോളെ. ആണോ? ആ അടിപൊളി അച്ഛ, കൊള്ളാം. ഇതുപോലെയല്ലേ? ആ അതെ മോളെ.
മോള് പിറകോട്ട് പോവണ്ട, ചിലപ്പോൾ വീഴും. രവി അവളെ മുന്നോട്ടേക്ക് തള്ളി. മതി മോളെ, കാല് വേദനിക്കും. ശരി അച്ഛാ. അങ്ങനെ അവൾ താഴേക്കിറങ്ങി. അച്ഛാ, നാളെ മുതൽ ഞാനും ഉണ്ട് കേട്ടോ. ഓക്കെ. ഞങ്ങളിന്ന് ഗോവയിലേക്ക് പോവാ അച്ഛാ. എന്തിന്? അതവിടെ ന്യൂ ഇയർ പരിപാടി നടക്കുന്നുണ്ട് ഇത്തവണ. അടിപൊളിയാകും. ഇക്കാക്കും ജാഫറക്കും അവിടെ ഒരു ബിസിനസ് മീറ്റിങ്ങും ഉണ്ട്. നിങ്ങളല്ലേ പോകുന്നത്? ഞാനില്ല മോളെ. അതെന്താ അച്ഛാ? ഞാനില്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അച്ഛാ, ഗോവയിലേക്ക് പോയി വരുമ്പോൾ അച്ഛൻ ഒന്നുകൂടെ ഓക്കെ ആകും. വാ അച്ഛാ പ്ലീസ്. അതുമോളെ, നിങ്ങൾ പൊക്കോ. ഇല്ല, അച്ഛനില്ലാതെ ഞങ്ങൾ പോകില്ല. പ്ലീസ് അച്ഛാ. നോക്കാം. എന്താ, അച്ഛൻ വരില്ലേ? അത് ശരിയാകില്ല. അവിടെ ഞാനും സൽമയും പോകണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ആണോ? അതേ മോളെ, അവൾക്ക് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ രവി അവിടെയുള്ള സോഫയിൽ പോയിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ തളർന്നു പോയ പോലെ ഇരുന്നു. അവൾ അയാളുടെ അടുത്തേക്ക് പോയിരുന്നു. അച്ഛാ, എന്താ ഇത്? ഉമ്മയുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണല്ലോ. എനിക്കറിയാം അച്ഛൻ എത്രമാത്രം ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളെ ഞാൻ പൊന്നു പോലെയാണ് നോക്കിയത്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും അവളെൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. രവി അതും പറഞ്ഞ് കരയാൻ തുടങ്ങി. അയാളുടെ ഉള്ളിൽ ആരോടും പറയാനാകാതെയുള്ള വിഷമം കെട്ടിക്കിടക്കായിരുന്നു. അച്ഛാ, എന്താ ഇത്? അവൾ അയാളുടെ തോളിൽ തട്ടി. അച്ഛൻ്റെ ഉള്ളിൽ കുറേ വിഷമമുണ്ട്, അതാണ് എന്നോടിങ്ങനെ പറയുന്നത്. അതേ മോളെ, ഞാൻ അവൾ മരിച്ചു കിടക്കുമ്പോൾ കരഞ്ഞിട്ടില്ല. എല്ലാം അടക്കി പിടിച്ച് നിൽക്കായിരുന്നു ഞാൻ. അച്ഛാ, ഒന്ന് ശരിക്ക് കരഞ്ഞാൽ എല്ലാം ഓക്കെ ആകും. അച്ഛൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ പിടിച്ച് ഒന്ന് കരഞ്ഞോ, എല്ലാം ശരിയാകും. വേണ്ട മോളെ, അത് വേണ്ട. അച്ഛാ, പറയുന്ന കേക്ക്. ഇപ്പോൾ ആരുമില്ല, ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. പ്ലീസ് അച്ഛാ. അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ രവി പൊട്ടിക്കരയാൻ തുടങ്ങി. അച്ഛാ, ഒന്നുമില്ല, സാരില്ല, കരയല്ല അച്ഛാ. രവി കരഞ്ഞ് കരഞ്ഞ് ഇപ്പോൾ നിർത്തി. അയാൾ ഒന്നും മിണ്ടാതെയിരുന്നു. അച്ഛാ, എന്തു പറ്റി? ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. മോളെ, നീ അവളെപ്പോലെ തന്നെയാ. അവളുടെ എല്ലാം നിനക്കും കിട്ടിയിട്ടുണ്ട്. ആണോ? ഞാൻ പോട്ടെ അച്ഛാ, ആരെങ്കിലും ഉണർന്നു കാണും. മോളെ, കുറച്ചു നേരം കൂടി, രവി പറഞ്ഞു. അയ്യോ പ്ലീസ് അച്ഛാ, ഞാൻ പോട്ടെ. രവി എഴുന്നേറ്റ് മനസ്സില്ലാ മനസ്സോടെ മാറിക്കൊടുത്തു. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാനായി നടന്നു. മോളെ, രവി അവളെ പുറകിൽ നിന്ന് വിളിച്ചു. എന്താ അച്ഛാ? അത് മോളെ, അച്ഛൻ അറിയാതെ, സോറി. സാരില്ല, അച്ഛൻ ഹാപ്പി ആയില്ലേ, അത് മതി. സഫിയ അവളുടെ മുറിയിലേക്ക് പോയി. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അവൾ കുറേ ആലോചിച്ചു. രവിയാണെങ്കിൽ അതുപോലെയായിരുന്നു. മരുമകൾ എന്തു കരുതി കാണും? മോശമായോ? അയാൾ അതും ആലോചിച്ച് വേഗം കുളിച്ച് റെഡിയായി അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ സമീറ ഉണ്ടായിരുന്നു. അവൾ ദോശ ഉണ്ടാക്കുകയാണ്. അവളെ ഒന്ന് നല്ലപോലെ നോക്കിയാണ് രവി അകത്തേക്ക് കയറിയത്. അച്ഛൻ കുളിച്ച് വന്നോ? ഞാൻ എഴുന്നേക്കാൻ വൈകിപ്പോയച്ചാ. മോളെ, ഞാൻ രാവിലെ നേരത്തെ ഗ്രൗണ്ടിൽ പോയേക്ക് വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കഴിക്കാനായി വന്നു. രവിയും സഫിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കി. അവർക്കെന്തോ പറയാനുള്ളത് പോലെ. അച്ഛാ, ഇന്ന് വൈകിട്ട് നമ്മൾ ഗോവയ്ക്ക് പോകും. 2 ദിവസം അവിടെയാണ്. ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. അത് ഞാൻ വരണോ മോളെ? വേണ്ട, അത് പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ വരണം. ഞങ്ങൾക്കവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അച്ഛനില്ലാതെ ഇവരൊറ്റക്കാക്കാൻ പറ്റില്ല. നല്ല തിരക്കുമായിരിക്കും. നമുക്ക് ഒരു വീടുണ്ട് അവിടെ, എൻ്റെ കൂട്ടുകാരൻ്റെ ആണ്. അവിടെ ആവുമ്പോൾ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കാം. അവിടെ അവൻ്റെ അമ്മയും ജോലിക്കാരിയുമുണ്ട്. ജലീൽ അത് പറഞ്ഞപ്പോൾ രവി ഒന്നുകൂടെ ആലോചിച്ചു. പിന്നെ സമീറയും സഫിയയും നിർബന്ധിച്ചു. സഫിയെ നോക്കിയപ്പോൾ അവൾ പ്ലീസ് എന്ന് കാണിക്കുന്നുണ്ട്.
അപ്പോൾ രവി സമ്മതിച്ചു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. രവി എന്തൊക്കെ എടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുറിയിലേക്ക് സഫിയ വന്നത്. അച്ഛ, അവൾ അയാളെ വിളിച്ചുകൊണ്ട് വാതിൽ മെല്ലെ ചാരി. മോളെ, ഞാൻ എടുത്തു വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. ആണോ അച്ഛാ? ഞാനും കൂടാ. എൻ്റെ കഴിഞ്ഞു. സഫിയ കുളിച്ചൊരുങ്ങിയാണ് വന്നത്. ഇതൊക്കെയാണോ അച്ഛൻ കൊണ്ടുപോകുന്നത്? അത് അവിടെ നിന്ന് വാങ്ങാലോ. അവിടുത്തെ പിന്നെ ഒന്നും വേണ്ട. നമ്മൾ വിദേശികളെ പോലെയൊക്കെ നടക്കണം. അയ്യേ, അങ്ങനെയോ? ഞാനില്ല. എനിക്ക് ഇതൊക്കെ വേണം മോളെ, അയാൾ പറഞ്ഞു. അതൊക്കെ അവിടെ എത്തിയിട്ട് നോക്കാം അച്ഛാ. മോളെ, ഞാൻ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അച്ഛാ ഇത്? ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അച്ഛനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. എനിക്ക് കൂടുതൽ സന്തോഷമാകും. അച്ഛനെ ഒന്ന് ഹാപ്പിയാക്കി കാണണം. മോളെ, താങ്ക്സ്. നീ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കരഞ്ഞപ്പോൾ ഒരു സമാധാനം. എന്നെ അച്ഛന് ഉമ്മയെപ്പോലെ തോന്നിയോ? അതല്ലേ അങ്ങനെ ഓരോന്ന് കാണിച്ചത്? അയ്യോ മോളെ, സോറി. എനിക്ക് പെട്ടെന്ന് അവൾ അടുത്തുള്ളതുപോലെയൊക്കെ തോന്നി, അതാണ്. അതിന് കുഴപ്പമില്ല അച്ഛാ. എനിക്ക് അച്ഛനോടൊരു ദേഷ്യവും ഇല്ല. എന്നാലും ഞാൻ മോളെ കുറച്ച് അതിര് കടന്നുപോയി. രവി തല താഴ്ത്തി നിന്നപ്പോൾ അവൾ അടുത്തേക്ക് പോയി അയാളെ സമാധാനിപ്പിച്ചു. അച്ഛാ, സാരില്ല. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഒന്ന് ചിരിക്ക്. രവി അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൾ ചോദിച്ചു, അച്ഛന് എന്നെ ഇഷ്ടമായോ? പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം മോളെ, രവി പറഞ്ഞു. ആണോ? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അതേ മോളെ. അതും പറഞ്ഞ് രവി ചിരിച്ചു. ഹാവൂ, ഒന്ന് ചിരിച്ചല്ലോ, അത് മതി. രവി അവളെ ഒന്ന് നുള്ളി. അവർ ചിരിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് വന്ന് നിന്നപ്പോൾ സമീറയുടെ വിളിയെത്തി. സഫിയ, എവിടെയാ? പുറത്താണോ? അവൾ വേഗം വാതിൽ തുറന്നു പോയി. രവി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പുറത്തു കൊണ്ടേ വെച്ചു. എല്ലാവരും റെഡിയാകാൻ തുടങ്ങി. 6 മണിക്ക് പോകണമെന്നാണ് തീരുമാനിച്ചത്. രവിയും എല്ലാവരും റെഡിയായി വന്നു. സമീറയും കുഞ്ഞും വരാനുണ്ട്. സഫിയ സമീറയുടെ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നു. ജലീൽ പെട്ടിയൊക്കെ എടുത്തു വെക്കുന്നു. പോർച്ചുഗലിലാണ് അവർ പോകുന്നത്. അച്ഛാ, അവിടെ ഒന്ന് വിളിച്ചിട്ട് വാ. നേരായി. അവിടെ എത്തുമ്പോൾ പാതിരാത്രിയാകും. പെട്ടിയൊക്കെ റെഡിയാക്കുവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ആ, ഞാൻ പോയി നോക്കാം മോനെ. രവി മുകളിലേക്ക് പോയി. വാതിൽ ചാരി കിടക്കായിരുന്നു. മോളെ, അച്ഛനാണ്. നീ റെഡിയായില്ലേ? സെമീറ ഒരുങ്ങിയിട്ട് തന്നെ ഇല്ല. മാക്സിയിൽ അവൾ വന്ന് വാതിൽ തുറന്നു. രവി അകത്തേക്ക് കയറി. അച്ഛാ, ഞാൻ റെഡിയാകുന്നേ ഉള്ളൂ. പെട്ടിയൊക്കെ എടുത്ത് വെക്കാണ്. ഇപ്പോഴാണ് എല്ലാം എടുത്തു വെച്ചത്. ആണോ? അത് കുഴപ്പമില്ല മോളെ, ഞാൻ എടുത്തു വെക്കാം. മോള് റെഡി ആയിക്കോ. ആ, താങ്ക്സ് അച്ഛാ. അങ്ങനെ അവൾ ഡ്രസ്സും എടുത്തു പോയി. രവി ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ തുടങ്ങി. ഷോ, പോകാൻ നേരത്ത് ഇതെന്തൊരു കഷ്ടമാണ്. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഒരു സൗണ്ട് കേട്ട് രവി ശ്രദ്ധിച്ചു. എന്താ മോളെ, വേഗം വാ, അവരവിടെ കാത്തിരിക്കുന്നു. അച്ഛാ, ഒന്നിങ്ങോട്ട് വരുമോ? ഒരു ഹെൽപ്പ് വേണം. എന്താ മോളെ? രവി അതും പറഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്നു. അവൾ വാതിൽ കുറച്ച് തുറന്നു. അച്ഛാ, ഒന്നകത്തേക്ക് വരുമോ? രവി മടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അച്ഛാ, ഇത് ശരിയാവുന്നില്ല, ഒന്നൊന്ന് ഇട്ട് തരുമോ? അത് ഞാൻ, പ്ലീസ് അച്ഛാ, ഒന്ന് താ. കുറേയായി നോക്കുന്നു. ഇതാണെങ്കിൽ ഭയങ്കര ചെറുതാ. ബാക്കിയെല്ലാം ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചു, അതാ. ശരി മോളെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രവി വേഗം പുറത്തേക്കിറങ്ങി പെട്ടിയുമായി താഴേക്ക് പോയി. എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു. ജാഫർ വണ്ടി ഓടിക്കാൻ നിൽക്കുന്നു. സൈഡിൽ ജലീൽ. നടുക്ക് സൈഡിൽ കുഞ്ഞിനെ കിടത്താനുള്ള എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഏറ്റവും പുറകിലെ സീറ്റിൽ സഫിയയും. സമീറ വേഗം വന്നപ്പോൾ രവി വാതിലും ഗേറ്റും ഒക്കെ പൂട്ടി. മോളിവിടെയല്ലേ, ഞാൻ പിറകിലിരിക്കാം, രവി പറഞ്ഞു. ഏയ് വേണ്ടച്ച, അച്ഛനെവിടെ ഇരുന്നോ, കുഞ്ഞിനെ നോക്കിയാൽ മതി. വേണ്ട മോളെ, മോളും കുഞ്ഞും എവിടെ ഇരുന്നോ, ഞാൻ പിറകിലിരിക്കാം. അങ്ങനെ ഏറ്റവും പിറകിലെ സീറ്റിൽ സഫിയുടെ കൂടെ രവിയും ഇരുന്നു.
അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി. 5 മണിക്കൂറുണ്ട് ഇവിടെ നിന്നും അവിടേക്ക്. രവി പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് സഫി ഒന്ന് തോണ്ടി വിളിച്ചു. എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല. അത് കേട്ട് അവൾ ചിരിച്ചു. മുന്നിൽ സെമീറയും ജാഫറും ജലീലും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ സഫിയും രവിയും കേട്ട് ചിരിക്കുന്നുമുണ്ട്. 7 മണി കഴിഞ്ഞപ്പോൾ ഇരുട്ടായി. രവിയുടെ തോളിലേക്ക് ഉറങ്ങിക്കിടന്ന സഫിയെ വീണ്ടും അവനൊന്ന് വിളിച്ചു. അവൾ കണ്ണു തുറന്ന് നോക്കി. എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല, രവി വീണ്ടും പറഞ്ഞു.